ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊന്ന് കോഴിക്കോട് പോവുകയാണ്. അപ്പോൾ രാവിലെ തന്നെ മാറ്റി ഒരു 10 മണിയെല്ലാം ആയപ്പോഴാണ് നമ്മൾ റെഡിയായത്. അങ്ങനെ നമ്മൾ ചുരം എത്തി. ഈ ചുരം ഇറങ്ങുമ്പോഴുള്ള വ്യൂ ഭയങ്കര രസമാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചുരം എന്ന് പറയുന്നതാണ് നമ്മുടെ വയനാട്ടിലേക്കുള്ള എൻട്രി. പക്ഷേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ ചുരം ഇറങ്ങുക. വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാകുമ്പോൾ ഒരു തലവേദന, ചെവി അടയുക, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഭയങ്കര മടുപ്പാണ് ഇതിൽ കൂടെ പോകാൻ. എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല ഈ ചുരം ഇറങ്ങുന്ന സംഭവം. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഈ ചുരം ഇറങ്ങാതെ നമുക്ക് എവിടെയും പോകാൻ പറ്റില്ല. നമുക്ക് മെയിൻ കോഴിക്കോടൊക്കെ ആണല്ലോ പോകണ്ടേ. എങ്ങനെയാണെങ്കിലും നമുക്ക് ഈ ചുരം ഇറങ്ങാതെ പോകാൻ പറ്റില്ല. രാവിലെ തന്നെ ആയതുകൊണ്ട് ചുരത്തിൽ അത്യാവശ്യം നല്ല തണുപ്പെല്ലാം ഉണ്ടായിരുന്നു, കോടയെല്ലാം മൂടിയ പോലെ ആയിരുന്നു. അങ്ങനെ നമ്മൾ താമരശ്ശേരിയെല്ലാം എത്തിയപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ഷോപ്പിലെ സ്നാക്സ് കണ്ടിട്ട് ഞാൻ ഭയങ്കരമായിട്ട് കണ്ണ് തള്ളിപ്പോയി. അത്രയധികം വെറൈറ്റി ആയിട്ടുള്ള സ്വീറ്റ്സും അതുപോലെ സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഓരോരോ ഐറ്റംസ് ആയിരുന്നു വാങ്ങിയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല കോഴിക്കോടൻ ചിപ്സ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നിർത്തിയത്. റാഫിൻ്റെ കൂടെ പോകുന്ന പ്രത്യേകത എന്താ വെച്ചാൽ ഏതൊക്കെ നല്ല ഭക്ഷണമുണ്ടോ അതൊക്കെ ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മളെയൊക്കെ കൂട്ടിക്കൊണ്ടുപോകും. ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങിത്തരും. അങ്ങനെ വയറിനൊട്ടും സ്ഥലം ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ തിരിച്ചു വരിക. അങ്ങനെ നമ്മൾ കുറച്ച് ചിപ്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. നല്ല പഴുത്ത പഴത്തിൻ്റെ ചിപ്സില്ലേ, അതെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ചിപ്സും. പൊതുവേ നമ്മൾ കോഴിക്കോടേക്ക് പോകുന്ന പല ആവശ്യങ്ങളായിരിക്കും. ഒന്നേ ഷോപ്പിംഗ് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇപ്രാവശ്യം അതൊന്നുമല്ല. റാഫിൻ്റെ സിസ്റ്റർ അവിടെ ഒരു വീടെടുത്തിട്ടുണ്ട്. നമ്മളത് കാണാൻ വേണ്ടി മാത്രമാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ എവിടെയും ഇറങ്ങുന്നില്ല. ഡയറക്റ്റ് അവിടെ പോകുന്നു, അതെല്ലാം കണ്ട് നമ്മൾ തിരിച്ചു വരിക. അത്രേ നമ്മുടെ പ്ലാനിലുള്ളൂ. പിന്നെ ഉമ്മയും ഉപ്പയും വയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ വേറെ എവിടെയും നിർത്താനൊന്നും നിന്നിട്ടില്ല. നാട്ടിലേക്കൊക്കെ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ അന്നുമോളെ ഡ്രസ്സൊക്കെ മാറ്റി. ഞാനൊന്നും ഇടാതെ വെറുതെ പാമ്പേഴ്സ് മാത്രം ഇട്ടിട്ടായിരുന്നു വെച്ചിരുന്നത്. അവൾക്ക് ചൂട് കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മേത്തൊക്കെ ഇങ്ങനെ കുരു വരും. ചൂടുകുരു വരില്ലേ, അതുപോലെ ഫുള്ള് മേല് വരും. അതുകൊണ്ട് തന്നെ ഞാൻ അവളെ ഡ്രസ്സൊക്കെ മാറ്റി ഇട്ട് കൊടുത്തിരുന്നു. ആലൂരാണെങ്കിൽ നല്ല റോഡാണല്ലോ ഇപ്പോൾ അതിൽ കൂടെ പോകാൻ. അപ്പോൾ ആ റോട്ടിലൂടെ പോകുമ്പോൾ സ്പീഡ് പോ പറഞ്ഞ് കച്ചറയായിരുന്നു. അങ്ങനെ നമ്മൾ പോകുമ്പോൾ ഒരു വണ്ടി മറിഞ്ഞത് കണ്ടു. അതിന് ശേഷം പിന്നെ സ്പീഡ് പോകാൻ വേണ്ടി പറഞ്ഞതേ ഇല്ല. പാട്ടൊന്നും വെക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് തന്നെ സ്വന്തം തന്നെ പാട്ടൊക്കെ പാടുന്നുണ്ട്. ഭയങ്കര പാട്ടാന്ന വിചാരം. പിന്നെ എനിക്ക് എൻ്റെ കസിൻ്റെ വീട്ടിലും കൂടി പോകണമായിരുന്നു. അവിടെ മോളെ നമ്മുടെ ഇനായനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനുവിനെ എല്ലാം കണ്ട് നമ്മൾ വേഗം തന്നെ തിരിച്ചു പോയി. പെട്ടെന്ന് വീട്ടിലെത്തണം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വൈകുന്നേരം തന്നെ അവിടുന്ന് വേഗം ഇറങ്ങിയത് മുതൽ ഫുള്ള് ബ്ലോക്കായിരുന്നു. എല്ലാ ടൗണുകളിലും ബ്ലോക്ക് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ. പിന്നെ അതുമാത്രമല്ല, ചുരം ഫുള്ള് ബ്ലോക്കായിരുന്നു. നമ്മൾ ബ്ലോക്കിൽ മാത്രം 2-3 മണിക്കൂർ കുടുങ്ങി. നമ്മൾ വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേന് 10-10:30 ആയിട്ടോ. നമ്മളേറ്റവും പെട്ടെന്ന് എത്തി റെസ്റ്റ് എടുക്കാമെന്നുള്ള ഒരു വിചാരത്തിലായിരുന്നു പെട്ടെന്ന് തന്നെ വന്നത്. പക്ഷെ എല്ലാം പാളിപ്പോയി. അങ്ങനെ ലാസ്റ്റ് എങ്ങനെയൊക്കെയോ നമ്മൾ ചുരം കയറി മേലെത്തിയപ്പോൾ ഈ കാണുന്നത് ഫുള്ള് ബ്ലോക്കാട്ടോ. ഇത് ഏറ്റവും മേലത്തെ വ്യൂ ആണ് ചുരത്തിൻ്റെ. അടിപൊളിയായിരുന്നു. ഇവിടുന്ന് തുടങ്ങി അങ്ങ് കാണുന്നത് വരെ ഫുള്ള് ബ്ലോക്കാണ്. ഈ മേലെ നിന്നിട്ട് പകലാണെങ്കിലും നമ്മൾ രാത്രിയാണെങ്കിലും കാണുന്നത് ഭയങ്കര അടിപൊളി വ്യൂ ആണ്. രണ്ടും 2 തരത്തിലുള്ള വ്യൂ ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കാൻ. പക്ഷെ എനിക്ക് പേടിയാണ്. താഴേക്ക് നോക്കുമ്പോൾ ഭയങ്കര പേടിയാണ്, തലയൊക്കെ കറങ്ങും. ഒരേ ഒരു ഇരുത്തം. നമ്മൾ അത്രയും നേരം ബ്ലോക്കിലൊക്കെ കുടുങ്ങിയിരുന്നത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം അവിടെയെല്ലാം നിന്നിട്ടാണ് വീട്ടിലേക്ക് വന്നത്. പിന്നെ വീട്ടിലെത്തി നമ്മൾ ബ്രെഡും കാര്യങ്ങളൊക്കെ കഴിച്ച് പെട്ടെന്ന് തന്നെ കിടന്നു കേട്ടോ. അപ്പം നമ്മുടെ കുട്ടി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.